ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച ഞാനൊരു അമ്പലത്തേക്ക് പോവുകയാണ്. ശിവേട്ടനില്ല കേട്ടോ. ഞാനും അമ്മയും മക്കളും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിള്ളേർ, പിന്നെ അനിയൻ്റെ ഭാര്യ, അവരുടെ പിള്ളേർ, പിന്നെ കുറച്ച് ആൾക്കാർ കേട്ടോ, ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കൂടെ ഒരമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ശിവേട്ടന് വർക്കുള്ളതുകൊണ്ട് ശിവേട്ടൻ വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല സുന്ദരി മണികളായിട്ട് ഞാനും അമ്മയും പിള്ളേരും പോകുമ്പോൾ അച്ഛൻ യാത്രയൊക്കെ കേട്ടോ. ശിവേട്ടൻ പൂജാ റൂമിലായിരുന്നു, അതുകൊണ്ട് ശിവേട്ടനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ യാത്രയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമ്മൾ നടക്കണം. എന്നിട്ട് അവിടുന്ന് ഓട്ടോ വരും കേട്ടോ. ചേച്ചി ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ അമ്പലത്തിൽ പോയി നേരെ അവിടെ പോയിട്ട് പൊങ്കൽ വെച്ചു കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് പൊങ്കൽ വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലായിടത്തും ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ അമ്മമാർക്ക് കൊടുക്കുകയല്ലേ, അതായത് കാളിമാതയ്ക്കാണ് പൊങ്കൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി പൊങ്കൽ വയ്ക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തൊഴുതിട്ട് ആ പൊങ്കലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ മെയിൻ ആളെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നിൽക്കുന്നു നമ്മുടെ മെയിൻ കുട്ടപ്പൻ. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വക ആടിനെ അറക്കലുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ആടിനെ അങ്ങനെ കാളിമാതയ്ക്ക് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിയ അമ്പലമാണ് കേട്ടോ, ഭയങ്കര ഫേമസ് ആണ് അമ്പലം. ഒരുപാട് ദൂരെയാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വഴിപാടാണ് ആടിനെ അറക്കൽ. ആടിനെ അറക്കും, പിന്നെ ചിലർ കോഴീനെ അറക്കും. അപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ആടിനെ അറക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആടിനെ വാങ്ങിട്ടോ. അപ്പോൾ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്. അതിന് വേപ്പിൻ്റെ ഇലയൊക്കെ കെട്ടിത്തൂക്കി മഞ്ഞൾ കുങ്കുമം എല്ലാം ഇട്ടിട്ട് അവനെ നമ്മൾ വാങ്ങിട്ടോ. അപ്പോൾ ഒരു തോട്ടത്തിലാണ് നമുക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തോട്ടത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവിടെ സപ്പോട്ട മരത്തിൻ്റെ തോട്ടാട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയി. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമുക്ക് വെക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ആടിനൊക്കെ വാങ്ങാം, പിന്നെ കറിയൊക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അമ്പലത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ആടിനെ വാങ്ങിയിട്ട് നേരെ അമ്പലത്തേക്ക് പോവുകയാണ്. കുറച്ച് അപ്പുറത്താണ് അമ്പലം കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സൗകര്യങ്ങൾ കൂടുതലാണ്. അമ്പലത്തിൻ്റെ അവിടെ നമുക്ക് ഇതൊക്കെ വെക്കാൻ പറ്റും, ആടിനൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും ഇങ്ങനെ കുറച്ച് ഒഴിഞ്ഞ ഒരു സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് വീഡിയോ ഒക്കെ ഞാനെടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ അവരെടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൊങ്കലൊക്കെ വെച്ചു. പൊങ്കൽ വെച്ചിട്ട് നേരെ അമ്പലത്തേക്ക് വരും. അപ്പോൾ ഞാൻ ഓടി വരികയാണ് കേട്ടോ. എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വരികയാണ് കേട്ടോ. എന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വരികയാണ് കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ നേരെ അമ്പലത്തിൽ പോയിട്ട് ഞാനാണ് ഈ കർപ്പൂരം സാമ്പ്രാണിപ്പൊക്കെ സാമ്പ്രാണിപ്പോ ഇങ്ങനെ പൊങ്കൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അമ്പലത്തിന് ചുറ്റും 3 പ്രാവശ്യം നടക്കണം. അപ്പോൾ ഞാനായിരുന്നു ആ സാമ്പ്രാണിപ്പൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിലിങ്ങനത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാമ്പ്രാണി ആ കണലിൽ ഇങ്ങനെ സാമ്പ്രാണി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കും. എന്നാലല്ല അതിൻ്റെ പുക ഇങ്ങനെ വരുള്ളൂ. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യമാണ് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കാൻ കേട്ടോ. ആ കോഴിയെ കൊടുക്കുന്ന ഒരു കോഴീനെ കൊണ്ട് പ്രദക്ഷിണം ചെയ്യും 3 പ്രാവശ്യം. ആടിനെ എന്നുള്ളവർ ആടിനെ കൊണ്ട് പ്രദക്ഷിണം ചെയ്യും. അപ്പോൾ ഇത് ചേച്ചിയുടെ കൂടെ വന്ന കുട്ടിയാണ് കേട്ടോ. ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണ്. ചേച്ചിയുടെ ഫ്രണ്ടും ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ പേരെന്തായിരുന്നു? ഈ കുട്ടിയുടെ പേര് നല്ല വെറൈറ്റി പേരാട്ടോ, കോടീശ്വരി ദേവി. അപ്പോൾ അതാണ് ആ കൊച്ചിൻ്റെ പേര് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന കൊച്ചിനെ. കൊച്ചൊന്നല്ല, ടീച്ചറാണ് കേട്ടോ, കുറച്ച് വലിയ ആളാണ്. അപ്പോൾ കോടീശ്വരി ദേവിയാണ് കേട്ടോ ആ കുട്ടിയുടെ പേര്. പിന്നെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ, വിനോദാണ് ഹസ്ബൻഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേരൊക്കെ യൂട്യൂബ് ചാനലിൽ പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കൊണ്ട് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പേരൊക്കെ എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി 3 പ്രാവശ്യം വലം വയ്ക്കുകയാണ്. അപ്പോൾ പിന്നിൽ നമ്മുടെ ഓട്ടോറിക്ഷയാണ്, നമ്മൾ വന്ന ഓട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ആടുള്ളത്. അപ്പോൾ അതിനെ ഇങ്ങനെ നടത്തിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോയിൽ തന്നെയാണ് റൗണ്ട് അടുപ്പിക്കുന്നത് കേട്ടോ. അത് നടക്കണമൊന്നുമില്ല. അപ്പോൾ അതിന് ഓട്ടോയിലാണ് റൗണ്ട് അടുപ്പിക്കുന്നത്. കുറേ പേര് ടെമ്പോ ഇല്ലേ, ട്രാക്ടർ, അതൊക്കെ കൊണ്ടുവന്നിട്ട് അതിലൊക്കെ റൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടപ്പൻ. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അവൻ്റെ ചെവി ഒന്ന് കട്ട് ചെയ്തിട്ടോ. എന്താ ചെയ്യാല്ലേ, ഒക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഞാൻ എടുത്ത വീഡിയോ അല്ല കേട്ടോ. ഞാനിത് പേടിച്ചിട്ട് കുറേ അങ്ങോട്ട് പോയി നിൽക്കുന്നുണ്ട്. വേറെ ഒരു ആളെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് അയച്ച എന്താണ് കേട്ടോ, ഞാൻ ഇങ്ങോട്ട് വന്നില്ല, അവിടെ പോയി നിന്നു. അവരുടെ ചെവി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തരും. പിന്നെ നമ്മളിത് നേരാക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ വയ്യ എനിക്ക്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ അങ്ങനെ അയച്ചു തന്നപ്പോഴാണ് ഇത് കണ്ടത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ പോയി നിന്നു, എനിക്ക് വീടൊക്കെ കാണാൻ. അപ്പോൾ അവിടെ പോയി നിന്നു കേട്ടോ. അവൻ ഉഷാറാണ്, ചെവി കട്ടിയതല്ലേ, അവൻ ഉഷാറാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് വേറെ അവർക്ക് കൊടുക്കും. അവരെല്ലാം വെച്ചിട്ട് പിന്നെ നമുക്ക് കറി ആയിട്ടാണ് നമുക്ക് തരിക കേട്ടോ. അപ്പോൾ ചേച്ചി പൊങ്കലൊക്കെ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് അപ്പു ഉണ്ട്, ചേച്ചിയുടെ മോൾ പ്രിയങ്ക ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കണ തിരക്ക് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞാനും അമ്മയും മക്കളും എല്ലാവരും കൂടി അവിടെ നിന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത്
ആ തോട്ടത്തിലേക്കാണ് കേട്ടോ, സപ്പോട്ടമാരുള്ള തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ കുറേ നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം ഇവനൊക്കെ ആയി വരുമ്പോഴേക്കും സമയം പിടിക്കുമല്ലോ. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഈ സംഭവം സാമ്പ്രാണിപ്പോക്കെ എൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ തോട്ടം. ഒരുപാട് സപ്പോട്ട മരങ്ങളുള്ള തോട്ടമാണ് കേട്ടോ. വെറും സപ്പോട്ട മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, അതിൻ്റെ അപ്പുറത്ത് നാരങ്ങ ചെടി കൂടെ ഉണ്ടായിരുന്നു, നാരങ്ങ തോട്ടം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നീടാണ് അവിടെ അത്രയും വലിയൊരു നാരങ്ങ തോട്ടമുള്ള കാര്യം തന്നെ ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ സപ്പോട്ട ഒരുപാട് സപ്പോട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പരപ്പ് നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. അവിടെ നിന്ന് അറുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നു. അവർ കാശൊന്നും വാങ്ങുന്നില്ല കേട്ടോ, നമുക്ക് വേണ്ടത്ര അറുത്തുകൊണ്ട് പോവാം. പിന്നെ ഒരുപാട് താഴെ ഒരു കാറ്റ് അടിക്കുമ്പോഴേക്കും താഴെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫുഡൊക്കെ വന്നു കേട്ടോ. പിള്ളേരൊക്കെ കളിക്കുന്ന തിരക്കാണ്. ഇത് ഇതിൻ്റെ അനിയൻ്റെ മോളാണ്, ലച്ചുവാണ് കേട്ടോ. പിന്നെ അത് ചേച്ചിയുടെ അളിയൻ, ചേച്ചിയുടെ അളിയനല്ല, സോറി, ഞങ്ങളുടെ അളിയൻ, അതായത് ചേച്ചിയുടെ ഭർത്താവ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട്, ഇത് തലക്കറിയാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ സംഭവം ഞാൻ കേൾക്കുന്നതും കാണുന്നതും. എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ തലയും കൊണ്ട് കറി വയ്ക്കുന്നത്, എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ ആട്ടിറച്ചി വാങ്ങും കഴിക്കുന്നതല്ലാണ്ട് ഈ തലയും കൊണ്ട് കറി വയ്ക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും തിന്നുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തലക്കറിയാണ് കേട്ടോ. നമുക്കൊന്നും അറിയണ്ട, എല്ലാം അവർ തന്നെ നമുക്ക് റെഡിയാക്കി തരും. രാവിലെ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു നമ്മൾ. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് സാലഡാണ്, അത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താ, ബിരിയാണി അല്ലേ, നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഇത് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് കറി, പിന്നെ ചീരയും കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചോറ്, സാമ്പാർ, തൈര്. അതായത് എല്ലാവരും ഇപ്പോൾ ഇത് കഴിച്ചു എന്ന് വരില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഉണ്ടാക്കിയിരുന്ന സാമ്പാറാണ്. ഇത് നമ്മുടെ മറ്റേ കറി തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും കൂടി വീഡിയോ എടുത്തതുണ്ടോ, കറി നമ്മൾ ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ വിളമ്പി എല്ലാം കൊടുത്തു. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ അനിയനൊക്കെ നല്ല കഴിക്കലാണെന്ന്. ഇത് നമ്മുടെ അനിയനാണ് കേട്ടോ, ശിവേട്ടൻ്റെ അനിയനാണ് എൻ്റെ അനിയൻ. ഇതാണ് നമ്മുടെ അനിയൻ ചക്കൻ. പിള്ളേരൊക്കെ അത് അനിയൻ്റെ അളിയനായിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ അമ്മായിയമ്മ, മക്കൾ, പിന്നെ അളിയൻ, എല്ലാവരും കഴിക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സാണ്. ചേച്ചിയുടെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ചേച്ചിയുടെ മോളുടെ ഫ്രണ്ട്സ്, മോൻ്റെ ഫ്രണ്ട്സ്, അളിയൻ്റെ ഫ്രണ്ട്സ്, കുറേ പേരുണ്ട് കേട്ടോ. അവരൊന്നും എനിക്കറിയും കൂടിയില്ല, എന്നാലും കുറേ പേര് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഞാൻ ആ തലക്കറിയൊക്കെ എടുത്തു കേട്ടോ, പക്ഷെ ഞാൻ കഴിച്ചില്ല. കാരണം എനിക്കെന്തോ നമ്മൾ കഴിക്കാത്തതുകൊണ്ടായിരിക്കാം, അത് ഞാൻ കഴിച്ചില്ല. കഴിക്കണമെന്ന് പറഞ്ഞ ആശയോടെ എടുത്തു, പക്ഷെ കഴിച്ചിട്ടില്ല. ഇറച്ചി കഴിച്ചു കേട്ടോ. ആശ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പഴയ പോലെ കഴിക്കാനൊന്നും വയ്യാന്ന്. എന്താണോ പഴയ പോലെ കഴിക്കാനേ പറ്റുന്നില്ല. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ രണ്ടാമതാണ് ഞാൻ സാലഡ് ആ പ്ലേറ്റിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് ബിരിയാണിയും ആട്ടിറച്ചിയും എല്ലാം കൂടി കഴിച്ചു. മറ്റേ കറി കഴിച്ചില്ല, ഇതെല്ലാം കഴിച്ചു. അടിപൊളി പാചകമായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ സപ്പോട്ടയും പറിച്ചു കേട്ടോ. ഒരുപാട് സപ്പോട്ട പറിച്ചു കൊണ്ടുവന്നു. നല്ല മധുരം കേട്ടോ സപ്പോട്ട. പിന്നെ ചേച്ചിയൊക്കെ പോയിട്ട് ചേച്ചിയും മറ്റേ കോടീശ്വരി ഇല്ലേ, ചേച്ചിയുടെ ഫ്രണ്ട്, അവരും എല്ലാവരും കൂടെ പോയിട്ട് നാരങ്ങ കുറേ പറിച്ചു കൊണ്ടുവന്നിട്ട്. ഞാൻ അറിഞ്ഞില്ല അവർ പോയ കാര്യത്തിൽ, ഞാനും പോയാലേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് അപ്പോഴേക്കും വയ്യ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് എന്താണോ ഭയങ്കര എവിടേക്കെങ്കിലും പോയാൽ തന്നെ ഭയങ്കര തലവേദനയാണ്. അപ്പോൾ അവിടെ ഇരുന്നു ഇവരൊക്കെ പോയിട്ട് നാരങ്ങ പറിച്ചു കൊണ്ടിട്ട് ഞങ്ങൾക്കും കുറച്ച് നാരങ്ങ തന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി കാരണം നമുക്കങ്ങനെ വലിയൊരു അമ്പലത്തിൽ പോകാൻ പറ്റി. നല്ല അടിപൊളി അമ്പലമാണ്, കാളിമാതർ അമ്പലമാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്, എന്നാലും നല്ല പവർഫുള്ളായ ഭഗവതിയാണ്. എനിക്ക് പൊതുവേ കാളിമാതനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അമ്പലം ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എനിക്ക് ചേച്ചി കുറച്ച് നാരങ്ങ തന്നു. ചേച്ചിയും അവരും പോയിട്ട് കുറേ പറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കും കുറച്ച് തന്നു. അപ്പം ഞാൻ എന്തൊക്കെ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നുറുക്കി അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഞായറാഴ്ച ഇങ്ങനെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടാവണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ വീഡിയോയിൽ. ബൈ.